ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 2. ദാഹമില്ലാത്ത ശക്തൻ്റെ മകൾ. ദാഹമില്ലാത്ത ശക്തൻ്റെ മകൾ. നല്ല തെളിച്ചമുള്ള ഒരു പ്രഭാതം. കൊട്ടാരമുറ്റത്തെ പൂവിതളുകളിൽ വർണ്ണശലഭങ്ങൾ പാറിപ്പറന്ന് കളിക്കുകയും പൂന്തേനുണ്ണുകയും ചെയ്യുന്നു. ചെടിവള്ളികളിലിരുന്ന് ഊഞ്ഞാലാടുന്ന ചെറുകുരുവികൾ ആദ്യമായി കണ്ടതുപോലെ ഈ പ്രകൃതിയെ ഉറ്റുനോക്കുന്നു. ആ കാഴ്ചയെ ഒരു കവിത എന്ന പോലെ ആസ്വദിച്ചു നിൽക്കുകയായിരുന്നു കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു അനുചരനോടായി ഇങ്ങനെ കൽപ്പിച്ചു: ഈ നേരം നായാട്ടിന് പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. വേണ്ട ഒരുക്കങ്ങളൊക്കെ വേഗം പൂർത്തിയാക്കുക. നിമിഷങ്ങൾക്കുള്ളിൽ അനുചരന്മാർ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. നായാട്ടിനുള്ള പ്രത്യേകതരം വേഷങ്ങൾ അണിഞ്ഞെത്തിയ തമ്പുരാൻ കുതിരവണ്ടിയിൽ തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൻ്റെ മുറ്റത്തു നിന്നും ചെമ്പഴന്തിയിലെ കാട്ടുപ്രദേശത്തേക്ക് യാത്ര തിരിച്ചു. തമ്പുരാന് നായാട്ടെന്നത് വലിയ വിനോദമായിരുന്നു. പുലിയും മുള്ളൻ പന്നിയും മാനും കുറുക്കനും കേഴയുമൊക്കെ സ്വൈര്യമായി വിഹരിച്ചിരുന്ന ചെമ്പഴന്തി കാടുകളിൽ നായാട്ട് നടത്തുവാൻ തമ്പുരാന് വലിയ ഉത്സാഹമായിരുന്നു. കാരണം നായാട്ടിൽ തമ്പുരാനെ വേണ്ടപ്പോൾ നയിക്കുന്നതിനും സഹായിക്കുന്നതിനുമായി ഒരു വലിയ കാരണവർ അന്ന് ചെമ്പഴന്തിയിലുണ്ടായിരുന്നു. പ്രായം കൊണ്ട് വൃദ്ധനായിരുന്നെങ്കിലും നായാട്ടിൽ യൗവനയുക്തനായ സമർത്ഥനും വിദഗ്ധനും ആരോഗ്യ ദൃഢഗാത്രനുമായിരുന്നു അദ്ദേഹം. മൃഗങ്ങളുടെ സഞ്ചാര വഴികളും വാസസ്ഥാനങ്ങളുമൊക്കെ കൃത്യമായി കണ്ടെത്തുന്നതിൽ മറ്റാർക്കുമില്ലാത്ത ഒരു അസാധാരണ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചെമ്പഴന്തി വനപ്രദേശത്ത് എത്തിച്ചേർന്ന തമ്പുരാൻ ആ വൃദ്ധനോടൊപ്പം ഒരു കുറ്റിക്കാടിനുള്ളിൽ പ്രവേശിച്ചു. ആ നേരത്ത് വേട്ടയാടാൻ പറ്റിയ മൃഗങ്ങളെപ്പറ്റിയും അവയുടെ സഞ്ചാരഗതിയെപ്പറ്റിയും വൃദ്ധനായ ആ മഹാൻ തമ്പുരാനെ ധരിപ്പിച്ചു. മൃഗങ്ങളെ പിന്തുടർന്നും പതിയിരുന്നും വേട്ടയാടി രസിച്ച കേരളവർമ്മ വലിയകോയി തമ്പുരാൻ ഉച്ചയായപ്പോഴേക്കും നന്നെ വിയർത്തൊലിച്ച് ക്ഷീണിച്ചവശനായി. കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ നോട്ടം താങ്ങാനാവാതെ അദ്ദേഹം സേവകർ വിരിച്ച ഒരു പുൽമെത്തയിൽ വിശ്രമിക്കാനിരുന്നു. പഴവും കരിക്കും ഭൃത്യന്മാർ തമ്പുരാൻ്റെ മുന്നിൽ നിരത്തി. അപ്പോഴും യാതൊരു വിയർപ്പും പൊടിയാതെ ഊർജ്ജസ്വലനായി നിലകൊണ്ടിരുന്ന ആ വൃദ്ധശ്രേഷ്ഠൻ ക്ഷീണമോ ദാഹമോ വിശപ്പോ തെല്ലും അനുഭവപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ തമ്പുരാൻ നൽകിയ കരിക്ക് അദ്ദേഹം കുടിക്കുകയും ഉണ്ടായില്ല. മലയാള സാഹിത്യത്തിന് സന്മാർഗ പ്രദീപം, വിജ്ഞാന മഞ്ജരി, അന്യാപദേശ ശതകം തുടങ്ങിയ കൃതികൾ സംഭാവന നൽകിയ തമ്പുരാൻ പിൽക്കാലത്ത് രചിച്ച മൃഗയാസ്മരണകളിൽ ആ ശ്രേഷ്ഠ വൃദ്ധനെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാഹമില്ലാത്ത ശക്തൻ എന്നാണ് അദ്ദേഹത്തെ തമ്പുരാൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചെമ്പഴന്തി ദേശത്തുള്ളവർക്ക് ബഹുമാന്യനായിരുന്നു ആ മഹാൻ. ചെമ്പഴന്തിയിലെ മുട്ടിയാട്ട് ഭവനത്തിലാണ് അദ്ദേഹം കുടുംബസമേതം വസിച്ചിരുന്നത്. അദ്ദേഹത്തിന് 7 മക്കളുണ്ടായിരുന്നു. മൂത്ത മകൻ രാമൻ വൈദ്യരും ഇളയ മകൻ കൃഷ്ണൻ വൈദ്യരും. ഇരുവരും അറിയപ്പെട്ട വൈദ്യന്മാരും ജ്യോതിഷ പണ്ഡിതന്മാരുമായി തീർന്നു. 5 പെൺമക്കളിൽ മൂത്തയാൾ കുട്ടിയമ്മയായിരുന്നു. ആ കുട്ടിയമ്മയ്ക്കാണ് പിൽക്കാലത്ത് ലോകസമുദ്ധാരണത്തിനായി പിറവികൊണ്ട ശ്രീനാരായണ ഗുരുദേവൻ്റെ
മാതാവായി തീരുവാനുള്ള ദൈവനിയോഗമുണ്ടായത്. ഗുരുദേവ കഥാസാഗരം ഭാഗം 2 ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.